السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവോടെ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നമ്മുടെ നാടിൻ്റെ ഇൽമിൻ്റെ കോട്ടയാകുന്ന ഈ മദ്രസയുടെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെയൊക്കെ ഹലാലും ഖൈറുമായ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബദരീങ്ങളെ പേരുകൾ ഓരോന്നായി ചൊല്ലിയ ഒരു മജ്ലിസിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. ദീർഘായുസുള്ള ആഫിയത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹലിന് നേതൃത്വം നൽകുന്നവർ, അതിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്ന നമ്മുടെ ഉമ്മ വാപ്പമാർ അടക്കമുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലും സലാമത്തിലും ആക്കി കൊടുക്കട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് കണ്ട് അവരുടെ ഖബറുകളിൽ അള്ളാഹു സന്തോഷവും നൂറും നിറച്ചു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ മർമ്മപ്രധാനമായ ചില വാക്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരെ ശാശ്വതമല്ലാത്ത ഒരു ലോകത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞയച്ച് അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ തന്നെ അത്തരക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന അസ്കറുൽ മൗത, മരണപ്പെട്ടവരുടെ ക്യാമ്പ്, ആ ക്യാമ്പിലേക്ക് താമസം മാറ്റേണ്ട ആളുകളാണ് നമ്മളൊക്കെ. ഒരു പ്രളയം വരുമ്പോഴൊക്കെ ആ നാട്ടിലെ മദ്രസയിലും അല്ലെങ്കിൽ അവിടെയുള്ള കോളേജുകളുടെ അങ്കണത്തിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടി താമസിക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്ന പോലെ ഈ ദുനിയാവ് നമ്മളെ ഒഴിവാക്കുമ്പോൾ ഈ വാണിയന്നൂർ പള്ളിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയുടെ മഖബറയിൽ ആ അസ്കറുൽ മൗതായിൽ ചെന്ന് കിടക്കേണ്ടവരാണ് നമ്മളൊക്കെ. ആ ഒരു ബോധത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട യഹ്യ റളിയല്ലാഹു അൻഹു പറയാണ്, മാ റകന ഇല ദുനിയ അഹദുൻ ഇല്ലാ ലസിമഹു ഐബുൽ ഖുലൂബ്. ദുനിയാവിലേക്ക് ഒരാൾ ചാഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് നിർബന്ധമായും അവന്റെ ഹൃദയത്തിന് ഐബുകൾ വരുമെന്നാണ്. ദുനിയാവിലേക്ക് ഒരാൾ ചായ, ദുനിയാവിലേക്ക് ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുനിയാവിന്റെ സൗകര്യങ്ങള്, സുഖങ്ങള്, സമ്പത്ത്, ഇത് തലക്ക് പിടിക്കുക. ബഹുമാനപ്പെട്ട വലിയ വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കള്, അതിസമ്പന്നർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സഹാബിമാരിൽ പ്രധാനിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. പക്ഷെ അതൊന്നും ദുനിയാവിലേക്ക് ചായലല്ല. ദുനിയാവിലേക്ക് ചായൽ പിന്നെന്താണ്? ഇത് തലക്ക് പിടിക്കലാണ്. അത് നമ്മളിലൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. സമ്പത്ത്, സൗകര്യം, ഇതൊക്കെ നമുക്ക് തലക്ക് പിടിക്കും. മഹാന്മാര് പറയാറുണ്ട്, സമ്പത്ത് പറ്റും കീശയില്, പക്ഷെ കൽബിക്ക് കയറരുത്. തൊട്ടടുത്താണല്ലോ കൽബ്. കീശയിൽ പറ്റും, കൽബിലേക്ക് കയറരുത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഹൃദയത്തിന് അയ്ബുകൾ വരാൻ ഒരു കാരണം, എല്ലാ പ്രശ്നങ്ങളും ഹൃദയത്തിനാണല്ലോ. ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ, രോഗങ്ങളൊന്നും എണ്ണിയോക്കി. അത് ചികിത്സിക്കാൻ ലാബുകളില്ല. അതിന്റെ ലാബുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഓലെടുത്ത് പോയാലാണ് ഇതറിയാം. ഇന്നതൊന്നും നമ്മുടെ മുമ്പിൽ കാണാത്ത അവസ്ഥയാണ്. ആഖിറു സമാൻ ആയതുകൊണ്ട് ഔലിയാക്കളൊക്കെ ഹുമൂലിലാണ്, അത് പുറത്ത് കാണൂല. ഹൃദയത്തിന്റെ രോഗം ആ രോഗം തിരിച്ചറിയാനുള്ള ലാബുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഹൃദയത്തിന്റെ രോഗങ്ങൾ
എൻ്റെ നിങ്ങൾ ഈ ഹൃദയത്തിലുള്ള രോഗങ്ങളൊന്നും എണ്ണി നോക്കി. ശരീരത്തിൽ പ്രഷർ, ഷുഗർ, പ്രമേഹം, കൊളസ്ട്രോൾ ഇങ്ങനെ 3-4 ഉണ്ടാവുള്ളൂ. ഹൃദയത്തിൽ അതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവാ. അതിന്റെ അടിസ്ഥാനം ഹൃദയത്തിൽ മറ്റൊരുത്തനെ കുറിച്ച് നല്ലത് തോന്നാത്ത അവസ്ഥ. അഹങ്കാരം. സമ്പത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഞമ്മക്ക് ജീവിച്ചു പോകാൻ മറ്റൊക്കെ നമ്മളെടുത്തുണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവും, നിർബന്ധ. അതാ ദുന്യാവിലേക്ക് ഒരാൾ ചാഞ്ഞാൽ പിന്നെ ഹൃദയം കേടുവരും, അഹങ്കാരം ഉണ്ടാവും. ഞാൻ എന്ന ചിന്ത, അതാണല്ലോ അഹങ്കാരം. എന്നാൽ ഈ പൈസ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് അലി സാഹിബ് പറഞ്ഞില്ലേ, പൈസ കൊണ്ട് എന്തെങ്കിലും കാട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ പൈസക്ക് വിലയില്ല എന്ന് എനിക്ക് മനസ്സിലായത് എന്റെ വാപ്പ മരിച്ചപ്പോഴാണ്. നമ്മളിവിടുന്ന് പെരിന്തൽമണ്ണക്കും മണ്ണാർക്കാട്ടുക്കും കാസർഗോട്ടുക്കും പോണ മാതിരി ലോകം സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ മൂപ്പരെന്താ പറഞ്ഞ്, പൈസക്ക് എനിക്ക് പൈസ കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായത് വാപ്പ മരിച്ചപ്പോഴാണ്. വിദേശത്ത് വെച്ച് വാപ്പാക്ക് സുഖമില്ലാതായപ്പോ അന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള കിട്ടാൻ പറ്റുന്ന ഡോക്ടർമാരെ, മുതഖസ്സിസീങ്ങളായ എല്ലാ സ്പെഷ്യലൈസായി പഠിച്ച ഡോക്ടർമാരൊക്കെ ഞാൻ അവിടെ കൊടുന്നു. പക്ഷെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, സമയമായാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. കുറച്ച് പൈസ ഉണ്ട് വിചാരിച്ച് കുറച്ച് അങ്ങോട്ട് കിട്ടുമോ? ഇല്ല. ഇദാ ജാഅ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അതിന്റെ മുമ്പക്കോ ബാക്കോ ഇല്ല. മൂപ്പരെന്നെ പറഞ്ഞു, പൈസ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പം ദുനിയാവിലേക്ക് മനുഷ്യൻ ചായുമ്പോൾ മനുഷ്യന്റെ കൽബ് കേടുവന്നു പോകും. ഇപ്പൊ നമുക്കൊക്കെ അഹങ്കാരം ഉണ്ടാവും. എന്നാൽ നമ്മളൊരു രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചാൽ നമ്മൾ പിന്നെ ദരിദ്രനായല്ലോ, ആരോഗ്യം കൊണ്ട് ദരിദ്രനായി. ആ സമയത്ത് നമുക്ക് അഹങ്കാരം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞമ്മക്കൊക്കെ അഹങ്കാരം ഉണ്ടാവും. നമ്മളെ നാട്ടിൽ ഒറ്റ പാവപ്പെട്ട മനുഷ്യനാണ് അഹങ്കാരം ഉണ്ടാവില്ല. കാരണം അഹങ്കരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഈ എന്തേലും ഉണ്ടാവുമ്പോഴാണല്ലോ അഹങ്കരിക്കൽ. പാവങ്ങളോട് കരുണ നമ്മളെക്കാൾ കൂടുതൽ പാവപ്പെട്ട ആളുകൾക്കാണ് ഉണ്ടാവുക. ഹൃദയത്തിന്റെ എല്ലാ നല്ല ഗുണങ്ങളും സമ്പന്നരെക്കാൾ നമ്മളെക്കാൾ പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വർഗത്തിൽ കടക്കണതിന്റെ എത്രയോ കാലം മുമ്പ് അവർ കടക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൽബിന് സോക്കടുകൾ കൂടി വരികയാണ്. കിബ്റ്, ഉജ്ബ്, നാവുകൊണ്ട് പിന്നെ തെറ്റുകൾ കൂടും. അതാ തൊട്ട് ശേഷം അദ്ദേഹം പറയുന്നത്, വലാ മക്കനദ് ദുനിയാ മിൻ നഫ്സിഹി അഹദുൻ ഇല്ലാ വഖഅ ഫീ ബഹ്രി ദുനൂബ്. സമ്പത്ത്, ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് സൗകര്യപ്പെടുത്തി കിട്ടിയാൽ പിന്നെ തിന്മയുടെ കടലിൽ അവൻ വീഴുമെന്നാണ്. അപ്പൊ നോക്കൂ, പലിശ. പാവപ്പെട്ടവനാണോ പൈസ ഉള്ളോനാണോ പലിശ കൂടുതൽ എടുക്കുക? ഉള്ളോൻ എന്തിനാ? ജീവിക്കാനല്ല, ഒന്നും കൂടി സെറ്റപ്പാക്കാൻ. പാവപ്പെട്ടവൻ ചിലപ്പോൾ കുടുങ്ങുമ്പോൾ എടുത്തിട്ടുണ്ടാവും, അത് ജീവിക്കാനായിരിക്കാം. രണ്ടും തെറ്റ് തന്നെയാണ്. പക്ഷെ കൂടുതൽ പലിശ ഉപയോഗിക്കുന്നത്, ആ കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ ഈ ആഴ്ചക്ക് പൈസ കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ, ആ നിലക്കൊക്കെ പല രീതിയിൽ പലിശയുടെ രൂപങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നത് നമ്മുടെ ജീവിതത്തിലാണ്. കാരണം ഓലത്ത് കാശില്ല, ഓല് കൂടുതൽ സാധനം വാങ്ങാൻ പോവില്ല. 1 ലക്ഷം റുപ്യന്റെ മൊബൈൽ ഫോൺ, 1.5 ലക്ഷത്തിന്റെ മൊബൈൽ ഫോൺ നമ്മൾ ചെറിയ കുട്ടികൾ വാങ്ങുകയാണ്. മാസം എത്ര കൊടുത്താൽ മതി, അതിൽ പലിശ ഉണ്ട്. അപ്പോൾ സമ്പത്ത് ഉള്ള ആളുകളെടുത്താണ് തെറ്റുകൾ കൂടുതൽ ഉണ്ടാവുക. അദ്ദേഹം പറഞ്ഞതാണ്, തിന്മയുടെ കടലിൽ പോയി ഓൻ വീഴുന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. വലിയ പ്രശ്നമാണ് ഇതൊക്കെ, വല്ലാത്ത പ്രശ്നമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉത്റുക്കി ദുനിയാ ഖബ്ല അൻ തത്റുക്. ദുനിയാവ് നിന്നെ വലിച്ചെറിയുന്ന ഒരു സമയം വരാനുണ്ട്. അതിനു മുമ്പ് നീ ദുനിയാവിനെ നീ ഒഴിവാക്കിക്കോ. വസ്തർലി റബ്ബക ഖബ്ല അൻ തൽഖാഹ്. അല്ലാഹുവിനെ കാണുന്നതിന് മുമ്പ്, പടച്ചോനെ നേരിൽ കാണുന്നതിന് മുമ്പ് റബ്ബിനെ പൊരുത്തപ്പെടിക്കാനുള്ള പണിയെടുക്ക്. വഅ്മുർ ബൈതകല്ലദീ തസ്കുനു ഖബ്ല ഇന്തിഖാലിക ഇലൈഹി. മരിക്കുന്നതിന് മുമ്പ് നിനക്ക് താമസിക്കാനുള്ള വീട് ഈ പള്ളിപ്പറമ്പിലാ. അത് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല എന്ന രണ്ടർത്ഥത്തിന്. ഭൗതികമായി
മറ്റേ ഖബർ കളക്കുന്ന ആളുകൾ വന്ന് ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും ആത്മീയമായി ഖബർ നിർമ്മാണം നടത്തണം. മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഖബർ പരിപാലിക്കാനാ പറയുന്നത്. 40 കൊല്ലം താമസിക്കുന്ന വീട് ഒരു പൊട്ട് വരുമ്പോ, ഒരു ലീക്ക് വരുമ്പോ വളരെ പെട്ടെന്ന് ആ പണി പൂർത്തിയാക്കാൻ ആൾക്കാർ കാണുന്നിടത്താണ്. എത്ര പെട്ടെന്നാണ് അതിന്റെ പണി നമ്മൾ പൂർത്തിയാക്കുന്നത്. എന്നാൽ നാളെ നമുക്ക് കിടക്കാനുള്ള ഖബർ, അതിന്റെ പണി പൂർത്തിയാക്കണ്ടേ? ആത്മീയമായി ആ ഖബറിൽ സുഖമായി കിടക്കണ്ടേ? 30-40 കൊല്ലം നമ്മൾ ജീവിക്കുന്ന വീടിൽ സുഖമായി കിടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇല്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോ നല്ല രക്തോട്ടം കിട്ടാൻ നല്ല ഹൈറ്റ്, ഒരു സ്റ്റേജിന്റെ ഹൈറ്റുള്ള ബെഡ് നമ്മൾ വീട്ടിലില്ലേ? ഫാനില്ലേ? AC ഇല്ലേ? എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലേ? ഇത് ഖബറിലേക്ക് വേണ്ടേ പ്രിയപ്പെട്ട മൂമിനെ? കൂടുതൽ കിടക്കാനുള്ളത് അവിടെയല്ലേ? നമ്മുടെ പൂർവികർ ഈ മക്ബറയിൽ തന്നെ 100 കൊല്ലമായി കിടക്കുകയല്ലേ? നാളെ നമ്മളും അവിടെ പോയി എത്ര കിടക്കണമെന്ന് ആർക്കാണ് അറിയുക? അതുകൊണ്ട് വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ, ഖബറിലും ഉണ്ടാവട്ടെ. എന്താണ് ഖബറിലെ ബെഡ്? ഖബറിലെ ഫാൻ എന്താണ്? ഖബറിലെ AC എന്താണ്? അതൊക്കെ സാലിഹായ അമലുകളാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ബാഖിയാത്തുൻ സാലിഹാത്ത് എന്നും. അത് ശേഷിക്കുന്ന അമലുകൾ. ബാഖിയാത്തുൻ സാലിഹാത്തുൻ എന്നാണ് അതിനെക്കുറിച്ചുള്ള പരാമർശം. സാലിഹായ അമലുകൾ അതേ അവിടെ ഉണ്ടാവൂ. ആ ഖബർ പരിപാലനമാണ് നമ്മളൊക്കെ നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ദുനിയാവ് ആരതാ ദുനിയാവ്? അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെതാകുന്ന ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ വല്ല സ്ഥാനമുണ്ടോ? ഒരു സ്ഥാനമില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ദുനിയാവിന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ആരതാ ദുനിയാവ്? അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ വാങ്ങിയ പറമ്പ് 10 കൊല്ലായിട്ടല്ലേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അതിന്റെ മുമ്പ് ആരതാ? വേറെ ആളത്. അയാള് 5-10 കൊല്ലല്ലേ അയാളിൽ താമസിച്ച്. അതിന്റെ മുമ്പ് ആരതാ? വേറെ ആള്. ഇതിങ്ങനെ മാറി പോകുമ്പോൾ ഇത് ആത്യന്തികമായി ആരതാ? അള്ളാഹുവിൻ്റെത്. അപ്പൊ അള്ളാഹുവിന്റെ ദുനിയാവിന് അള്ളാഹു ഒരു വില കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളാ ദുനിയാവിന് വില കൊടുക്കണം? നമ്മളതല്ലല്ലോ ഇത്. ഈ ആകാശം ആരതാണ്? ഭൂമി ആരതാണ്? ഇവിടേക്ക് ഇന്ന് രാത്രിയാണ്, നാളെ പ്രഭാതത്തോടുകൂടെ സൂര്യനെ തിരിച്ചു കൊണ്ടുവരുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ഇത് അള്ളാന്റെതാണ്. ഈ സൂര്യനും നക്ഷത്രങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടെ ആള് താമസിക്കാൻ പറ്റുന്ന ഭൂമിയാണ് നമ്മളെ ഭൂമി. ആരതാ? അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു വിലയും കൊടുക്കണില്ല. നീ ആയിട്ട് ഇതിനൊരു വിലയും കൊടുക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാവുക. നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന പണികൾ എടുക്കാതിരിക്കുക. ഇബാദത്ത് നല്ലോണം നമ്മൾ വർദ്ധിപ്പിക്കുക. അപ്പൊ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ദുനിയാവിന്റെ പിന്നാലെ കളി ചെറി തമാശയുടെ പിന്നാലെ പോകേണ്ട കാലമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു നടക്കേണ്ട സമയമാണ്. നമ്മുടെ യൗവനകാലത്ത് പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ പൊറുത്തിരണേ എന്ന് പറയേണ്ട സമയമാണ്. ഇനി അള്ളാഹുലേക്ക് തിരിച്ചു നടക്കേണ്ട സമയമല്ലേ? എന്നാണ് നമ്മൾ മരിക്കുക, ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചെടുക്കേണ്ട സമയമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബുദ്ധിയുള്ളവന്റെ ലക്ഷണം 3ആണ്. മൻ ബാദറ ബിഅമലി, ഓന്റെ അമലൊക്കെ പെട്ടെന്ന് ചെയ്യും. നിസ്കാരം, ജമാഅത്ത്, ഖുർആനോത്ത്, ഇതൊക്കെ പെട്ടെന്ന് അതൊക്കെ ചെയ്യും. സദഖ അത് പിന്നെ കൊടുക്കാന്ന് പറയല്ല, ഇപ്പൊ കൊടുക്കുക. സാലിഹായ അമലുകൾ വേഗം കുറച്ചേരം എത്തിക്കാഫ് ഇരിക്കണം തോന്നിയ നാളെ ഇരിക്കാം, വെള്ളിയാഴ്ച അല്ലേ, ഏതായാലും പള്ളി പോവുമല്ലോ. അല്ല, ഇപ്പൊ തന്നെ കുറച്ച് ഖുർആൻ ഓതണമെന്ന് തോന്നി, വേഗം പോയി ഖുർആൻ ഓതുക. കടബാധ്യതകൾ വീട്ടാനുണ്ട്, വേഗം വീട്ടുക. ആരോടെല്ലാം പൊരുത്തപ്പെടിക്കാണ്ട് അത് പെട്ടെന്ന് പോയി പൊരുത്തപ്പെടിക്കുക. മൻ ബാദറ ബിഅമലി, ചെയ്യാനുള്ളത് വളരെ പെട്ടെന്ന് ചെയ്യുക. ഇത് ബുദ്ധിയുള്ളവന്റെ ലക്ഷണമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ശർഈയായ ബുദ്ധിയാണ്.
അല്ലാത്ത ബുദ്ധി ബുദ്ധിയല്ല, ശർഈയായ ബുദ്ധി. പടച്ചോനെ എന്നൊരു ചിന്ത, അതാണ് ശർഈയായ ബുദ്ധി. അത് ശർഈയായ ബുദ്ധി ഉള്ളവർക്ക് അള്ളാഹ് എന്ന ബോധം ഉണ്ടാവുള്ളൂ. അള്ളാഹുലേക്ക് തിരിച്ചടക്കാൻ കഴിയണം. ഓന്റെ ആഗ്രഹങ്ങൾ നീട്ടിവെക്കുക. പല ആഗ്രഹങ്ങളും ഉണ്ടാവും, അത് പിന്നെ ആവാം എന്ന് വെക്കുക. ഒന്ന് ഗൾഫ് പോകണം, അല്ലെങ്കിൽ വിദേശ പര്യടനം നടത്തണം, ജപ്പാനിൽ പോകണം, ഈജിപ്തിൽ പോകണം, അമേരിക്കയിൽ പോകണം, അതൊക്കെ പിന്നെ ആവാന്ന് വെക്കുക. അതൊന്നും ഇപ്പൊ ഒന്ന് വൈകിപ്പിച്ച് വിചാരിച്ച പ്രശ്നമുള്ള കാര്യങ്ങളല്ല. മാത്രല്ല ഈ ജപ്പാനും അമേരിക്കയും അതിലപ്പുറമൊക്കെ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. പിന്നെ കാശ് കളഞ്ഞ് ജപ്പാനും അമേരിക്കയൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഈ വേണ്ടതും വേണ്ടാത്തൊക്കെ ഒക്കെ പിന്നെ ചെയ്യാന്ന് വെക്കുക. അല്ലാഹ് ഒരു സമയം വരാനുണ്ട്, എന്റെ അവധി എത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനു വേണ്ടിയാണ് തയ്യാറാവുക. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം. നമ്മൾ വലിയൊരു കൊട്ടാരം പണിത് അതിന് വലിയൊരു ചുറ്റുമതിലുണ്ടാക്കി, ഒരു 10 ആള് ഹൈറ്റ് ഉള്ള ഒരു ചുറ്റുമതില്. ആ വീട്ടിൽ നമ്മളും നമ്മുടെ വാപ്പിയും ഉമ്മയും വല്ലിപ്പിയും വല്യമ്മയും ഒക്കെ അങ്ങനെ കഴിഞ്ഞുകൂടാണ്. മരിക്കൂലേ? ആ മതില് ചാടി കിടക്കാൻ ഒരു കള്ളന് സാധ്യല്ല, ഒരു പോലീസിനും സാധ്യല്ല. ആണോ? പെരിയിലെ ആള് മരിക്കൂലേ? മരിക്കും. CCTV ഉണ്ട്. ആരാണ് എൻ്റെ ഉപ്പാന്റെ റൂഹ് പിടിച്ചത് നോക്കാൻ കഴിയും. ആരാണ് എൻ്റെ വല്യമ്മാന്റെ റൂഹ് പിടിച്ചത് CCTV നോക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ ഖുദ്റത്ത് നമ്മുടെ സൗകര്യങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ കാര്യമില്ല. ചെറിയ കാര്യങ്ങൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വലിയ കാര്യമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനും ശരീഅത്തും ആ ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടവർ പറയുന്ന മറ്റൊരു കാര്യം, അൽഖി ഹുസ്നൽ ളന്നി അലൽ ഖൽഖ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് നീ നല്ലത് വിചാരിക്കുക. വസൂഅൽ ളന്നി അലാ നഫ്സിക്. നിന്നെ കുറിച്ച് നീ മോശം വിചാരിക്കുക. ഇത് വലിയൊരു ഉസൂലാണ്. ഇതുണ്ടായാൽ ഒരുപാട് തെറ്റൊന്നും വിട്ടുക്കാൻ പറ്റും. നമ്മളെ കുറിച്ച് മോശം വിചാരിക്കുക, മറ്റുള്ളവനെ കുറിച്ച് നല്ലതും വിചാരിക്കുക. എന്നാ പിന്നെ ഗീബത്ത് നമ്മൾ പറയില്ല, ഓൻ അത് ശരിയില്ല, അത് ചെയ്തിട്ട് മോശമായി, അത് അങ്ങനെ മറ്റേത് മറിച്ചത്. ഇതൊക്കെ ഓൻ മോശാന്ന് വിചാരിക്കണോണ്ടാണ്. നമ്മളാണ് മോശാന്ന് വിചാരിച്ചാൽ പിന്നെ അത് പറയാൻ പോകില്ലല്ലോ. നമ്മൾ മോശാന്ന് വിചാരിക്കുക, മറ്റോ ഉഷാറെന്ന് വിചാരിക്കുക, അങ്ങനെ ചെയ്യണ്ടേ. ഇപ്പൊ ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞ് നമ്മളതൊന്നും ഒന്നാ കേട്ട്, ഇജ്ജിന്നോട് പറഞ്ഞ് ശരിയായില്ല, പിന്നെ ഓനോട് തർക്കായി. ഓൻ പറഞ്ഞു ഞാൻ അതല്ല പറഞ്ഞ്, ഇജ്ജാ തന്നെ പറഞ്ഞ്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട. പിന്നെ അതിന്റെ പേരിൽ വൈരാഗ്യങ്ങളായി, പോരായി, കുടുംബ ബന്ധം വിച്ഛേദിക്കലായി, പ്രശ്നമായി. അവിടെ എന്ത് ചെയ്താൽ മതി? ഞാൻ കേട്ടത് പ്രശ്നം വെച്ചതായിരിക്കാം, ഓൻ പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് വെച്ചാൽ ഈ പ്രശ്നം തീർന്നല്ലോ. ഇങ്ങനെ മറ്റുള്ളവനെ കുറിച്ച് മോശം വിചാരിക്കാതെ നല്ലത് വിചാരിച്ച് അവനാനെ കുറിച്ച് മോശം വിചാരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഈ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയോ ചെറുപ്പക്കാര്, കുട്ടികളാണ് രോഗികളായി പ്രയാസപ്പെട്ട് സ്കൂളിലൊന്നും പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണം നേരത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിലേക്ക് പ്രത്യേകിച്ച് രോഗങ്ങളും പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല നല്ല ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, ഇത്രയും കാലം നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാം തന്നു. ഇനിയും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും. ഇനി നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ നമുക്കൊക്കെ സമയമായിട്ടുണ്ട്. എപ്പോഴാണ് ആ ഒരു സെക്കൻഡ്? പല വലിയ സ്ഥാനത്ത് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് വരുന്നു. അറ്റാക്ക് ഒരു 60 എണ്ണം വന്നാൽ ഇപ്പോ ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാനുള്ള കാശ് അൽമറയിലുണ്ട്. 60 അറ്റാക്ക് ഒപ്പം വന്നാലും ശരി, അൽമറയിൽ കാശുണ്ട്. പക്ഷേ അതിനൊന്നും അള്ളാഹു സമയം നൽകാതെ അതിനു മുമ്പ് തിരിച്ചു വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഓപ്പറേഷൻ ചെയ്യാൻ, അറ്റാക്ക് ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. അതിനൊന്നും അള്ളാഹു സമയം കൊടുക്കാതെ അതിന്റെ മുമ്പ് തിരിച്ചു വിളിക്കുന്ന എത്രയോ കണ്ടിട്ടില്ലേ?
അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുക, ചെയ്ത പാപങ്ങൾ അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കുക, നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം വളരെയധികം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു നിസാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പടച്ചോനെ ഇത് ഇന്നെ പറ്റിയാണോ? നിങ്ങൾ വിചാരിക്കണം ഇത് നിങ്ങളെ പറ്റിയാണോ പറയണത്? കപട വിശ്വാസികളെ സംബന്ധിച്ചാണ്. കപട വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ വിശ്വാസം ഹൃദയത്തിൽ ഉറച്ചിട്ടില്ല. മുനാഫിഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് ഏറ്റവും വലിയ ഈമാൻ ഉള്ള ആൾ. സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവിന്റെ പേടി എന്തായിരുന്നു? പഠിച്ചോനെ ഞാൻ മുനാഫിഖാവോ എന്ന പേടിയാണ്. ആര്? ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് കനം കൂടുക. ആ സിദ്ദീഖ് തങ്ങൾ പോലും പഠിച്ചോനെ മുനാഫിഖാവോ എന്നുള്ള പേടി, ബേജാറ് നമുക്കുണ്ടോ? അതിന്റെ കോടിയിലൊന്ന് ഈമാനില്ലാത്ത നമുക്ക് പഠിച്ചോനെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പേടിയുണ്ടോ? ഈ പരിശുദ്ധമായ ആയത്ത് കേൾക്കുമ്പോ നമ്മളെ കുറിച്ചാണോ പറയുന്നതെന്ന് പേടി തോന്നിപ്പോവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്. മുനാഫിഖീങ്ങൾ അല്ലാഹനെ പറ്റിക്കാണ്. വഹുവ ഖാദിഉഹും. സത്യത്തിൽ അല്ലാഹുവാണ് അവരെ പറ്റിക്കുന്നത്. ഇതൊക്കെ അല്ലാഹു രജിസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട്, കണക്ക് നാളെ തീർക്കും. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നെ അവര് അലസന്മാരാണ്. മുനാഫിഖീങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്നു, പള്ളിക്ക് വരും, ശരിക്കും വിശ്വാസമല്ല, അങ്ങനെ നിസ്കരിക്കും, ഓല കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിരുന്നു. മുസ്ലിം എന്ന പേരിൽ ഇങ്ങനെ ഓല കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഇത് ഈ നിസ്കാരത്തിലുള്ള അശ്രദ്ധ ആരെ സ്വഭാവ? മുനാഫിഖീങ്ങളുടെ സ്വഭാവം. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നെയാണ് പരിസരം വിട്ട്. ഇത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. യുറാഊന അന്നാസ്. ആൾക്കാരെ കാണിപ്പിക്കാനാണ് അവർ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ കുറിച്ചാണോ? നമ്മളൊരു സദഖ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതോൻ കാണട്ടെ, മറ്റുള്ളവർ കാണട്ടെ എന്ന് വിചാരിക്കാറില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളെ കുറിച്ചാണോ ഈ പറയുന്നത്? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. വളരെ കുറച്ച് മാത്രമേ പടച്ചോ എന്നുള്ള ചിന്തയുള്ളൂ. ഇന്നലെ രാത്രി മുതൽ ഇന്ന് 24 മണിക്കൂറായി. ഇതിനിടയിൽ അല്ലാഹ് എന്ന ചിന്ത എത്ര സമയം നമുക്ക് വന്നു? പടച്ചോനെ എനിക്ക് ഇവിടുന്ന് മരിച്ചു പോകണല്ലോ എന്ന ചിന്ത എത്ര സമയം നമുക്ക് വന്നു? എനിക്ക് ചെല്ലാനുള്ളതാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ എന്ന ചിന്ത എത്ര സമയം നമുക്ക് വന്നു ഈ 24 മണിക്കൂറിന്റെ ഉള്ളിൽ? വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അള്ളാഹുവിനെ കുറിച്ച് കുറച്ചേ അവർക്ക് പരിശുദ്ധമായ ഖുർആൻ മുനാഫിഖീങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. ഇത് ഓതുമ്പോൾ നമ്മളെ കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. പരിശുദ്ധമായ ശരീഅത്ത് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ശരീഅത്ത് ഉണ്ടാവണം. ഒരു വിഷയം വരുമ്പോ അള്ളാഹുവിന്റെ ശരീഅത്ത് ഇതിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അതാ ശരിയായ വിശ്വാസി. അല്ലാത്തവൻ മുനാഫിഖാൻ. മുനാഫിഖ് എന്താ? ഓന്റെ കാര്യങ്ങൾ നടക്കാനോ മുസ്ലിമാണ്, പക്ഷെ ഓന്റെ വ്യക്തി ജീവിതത്തിൽ, ആരും കാണാത്ത ജീവിതത്തിൽ ശരീഅത്ത് നോക്കൂല. സുബ്ഹാനല്ലാഹ്. നമ്മളവസ്ഥ ഇതാണോ? ശ്രദ്ധിക്കേണ്ട വിഷയ. നിസ്കരിക്കാനും ജമാഅത്തിനും ഖുർആൻ ഓതാനും മജ്ലിസുൻ നൂറിനും ഇഅ്തികാഫിനും ഒക്കെ നമ്മളുണ്ടാവും. ഇതൊക്കെ ആളുകൾ കാണുന്നതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശരീഅത്തില്ല. ആരും അറിയാതെ പല ഒപ്പിക്കൽസ്, അതിലൊന്നും ശരീഅത്തില്ല. ഒരു വാഹനം വാങ്ങുമ്പോ എന്താണ് ഇവിടുത്തെ ശരീഅത്ത്? കച്ചവടത്തിൽ ശരീഅത്ത് ഉണ്ടല്ലോ. കച്ചവടത്തിൽ ശരീഅത്തിന്റെ അഹ്കാമുകൾ മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ വാങ്ങാറുള്ളത്? ഒരു വീട് വാങ്ങുമ്പോ ആ കച്ചവടത്തില് ശരീഅത്തിന്റെ വിധികൾ എന്താണ് എന്റെ റബ്ബ് പറയണെന്ന് നോക്കണ്ടേ? ഇതല്ലേ മുസ്ലിം.
ശരീഅത്ത് ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞ പിന്നെ എന്താ? നിസ്കരിക്കൽ മാത്ര? പരിശുദ്ധമായ ഫിഖ്ഹ്, ഇൽമുൽ ഫിഖ്ഹ് 4 ഭാഗല്ലേ? ഒന്ന് ഇബാദാത്ത്, രണ്ടാമത്തത് ബുയൂഅ് ഇടപാടുകൾ മുആമലാത്ത്, മൂന്നാമത്തെ മുനാക്കഹാത്ത് വൈവാഹിക ബന്ധം, നാലാമത്തെ ഇനം ജിനായാത്ത്. അത് പിന്നെ നമ്മുടെ നാട്ടിലില്ല. അക്രമങ്ങൾ ചെയ്താൽ കട്ടവന്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ബാക്കി 3 ഉണ്ടല്ലോ. ശരീഅത്ത് ജീവിതത്തിന്റെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളെ കൂടെയാണ്. എപ്പോ? നിസ്കരിക്കുമ്പോണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശരീഅത്ത് എന്ത് പറയുന്നു നോക്കാറുണ്ട്. എന്റെ റബ്ബ് എന്താ പറയുന്നത് നോക്കാറുണ്ട്. ഒരു വാഹനം വാങ്ങുമ്പോ, ഒരു വീട് വാങ്ങുമ്പോ നോക്കാറുണ്ടോ? നമ്മളെ നാട്ടിലൊരു സഹോദരൻ വലിയ പൈസക്ക് കുറെ കാലം മുമ്പ് ഒരു കാറ് വാങ്ങണം എന്നൊരാഗ്രഹം എന്നോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, 1 രൂപയുടെ പലിശ ഇതിലുണ്ടെങ്കിൽ എനിക്കത് വേണ്ട. അപ്പൊ ആ ഇടപാടിനെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞു, അതിൽ പലിശ വരും. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ എടുത്താൽ എനിക്കിതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, എൻ്റെ ബിസിനസ്സിന് ഇത് വലിയ ലാഭമാണ്, വലിയ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, അതിൽ പലിശ വരും, ചെറിയൊരു പലിശ ഉണ്ട്, എനിക്ക് വേണ്ട. ഈ സൂക്ഷ്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ? മുസ്ലിം ആണെങ്കിൽ ശരീഅത്ത് ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വേണ്ടേ? അത് നിസ്കാരം ഇത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാ പറ്റൂ? പൈസ ഉണ്ടാക്കുന്ന മേഖലകളിൽ എന്തെല്ലാം ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയ വഴിയായിട്ടും അല്ലാതായിട്ടും. ഇതിലൊക്കെ അള്ളാഹു എന്ത് പറയുന്നു? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇതിന്റെ നടപടി നിയമം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് ആരുടെ സ്വഭാവം? മുനാഫിഖിന്റെ സ്വഭാവം. എന്തുകൊണ്ട്? മുനാഫിഖിന് ഓന്റെ കാര്യം നടന്നാൽ മതി, ഓന്റെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അപ്പൊ ഇത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ ശരീഅത്ത് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റണം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലാത്ത പ്രശ്നമല്ലേ ഇത്? ശരീഅത്ത് നോക്കാത്തൊരു ജീവിതം നമുക്കുണ്ടായാൽ അള്ളാഹു അത് പൊരുത്തപ്പെടുന്നതല്ല. എൻ്റെ നാട്ടില് മഹല്ല് കമ്മിറ്റി യോഗം കൂടി തീരുമാനിച്ചു, പള്ളിത്തൊടുവിലൂടെ കുറച്ചാൾക്കാർ എഴുതി ഒപ്പിട്ടെന്ന് കണ്ടു, ഞങ്ങൾക്ക് വഴി വേണം. അപ്പൊ പള്ളിത്തൊടുവ് കൂടി വഴി വിട്ടുകൊടുക്കണം. മഹല്ല് കമ്മിറ്റി തീരു, ഇത്രയും ആളുകൾ ചോദിച്ചതല്ലേ, വിട്ടുകൊടുക്കാം. അന്ന് എൻ്റെ വന്യരായ പിതാവ് ആ യോഗത്തിലുണ്ടായിരുന്നു. ഇത് ശർഈയായി തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആലിമീങ്ങളോട് ഇതിന്റെ മസല ചോദിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. പിറ്റത്തെ യോഗമാവുമ്പോഴത്തേക്ക് ആ നിയമം പാസാക്കി പ്രാബല്യത്തിൽ വരുത്തി വഴി വിട്ടുകൊടുത്തു. പൊതുവഴിയായിട്ട് വഖഫ് സ്വത്ത് വിട്ടുകൊടുത്തു. എൻ്റെ പിതാവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. നാളെ റബ്ബ് ചോദിക്കുമ്പോൾ ഈ മെമ്പർമാരുടെ കൂട്ടത്തിൽ ഞാനും ആ ശിക്ഷയ്ക്ക് വിധേയനായി പോകുമെന്ന് പറഞ്ഞ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അള്ളാഹുവിന്റെ ശരീഅത്ത് എന്തു പറയുന്നു നോക്കാൻ അവർ തയ്യാറല്ല. ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്ന, നമ്മളെ നാട്ടിൽ അൽഹംദുലില്ലാ അതില്ല. ഇവിടെ അതേമാതിരി ഒരു വഖഫിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്നോട് അവർ വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, വഖഫ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങൾ വലിയ ആലിമീങ്ങളോട് പോയി ചോദിക്കുക. അവർ വലിയ ആലിമീങ്ങളോട് പോയി ബന്ധപ്പെട്ടു, അവരതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു. നമ്മളെ നാട് ദർസുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ജീവിക്കുന്ന ഒരു നാടായതുകൊണ്ട് ആ ദർസിന്റെ ഇൽമിന്റെ ഒക്കെ ലക്ഷണം നാട്ടിൽ കാണും. ഞങ്ങളെ നാട് അങ്ങനെയല്ല. അതുകൊണ്ട് ആൾക്കാർ കൂടിയാണ് തീരുമാനിക്കുകയാണ്, എന്താണ് ശരീഅത്ത് നോക്കുന്നില്ല, ഇത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. മറ്റൊരിക്കൽ കമ്മിറ്റിയുടെ തീരുമാനം, മൗഖൂഫായ ഭൂമിയിൽ സ്റ്റേജ്. തനിച്ച ഹറാമല്ലേ, നാളെ റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാണ് രക്ഷപ്പെടുക? പള്ളിയുടെ സ്ഥലത്ത് പള്ളിക്ക് ഗുണകരമല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മളെ മദ്രസ പള്ളി തൊടുവിലാണ്, പക്ഷെ ഇതിന് വാടക ഉണ്ട്. അത് നമ്മുടെ പഴയ ആലിമീങ്ങളുമായിട്ട് നമ്മുടെ ഉമറാക്കൾ യോജിച്ച് പോകുന്നതിന്റെ ലക്ഷണമാണത്. അവര് മസല ചോദിച്ചറിഞ്ഞിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. നമ്മളെ നാടിന്റെ നേതൃത്വം അന്നും ഇന്നും അങ്ങനെയാണ്. പള്ളിത്തൊടുവില് സ്റ്റേജ് ഉണ്ടാക്കി, പള്ളിത്തൊടുവിൽ മദ്രസ ഉണ്ടാക്കി, വാടക പള്ളിക്ക് കൊടുക്കണം, അത് കൊടുക്കണില്ല. അള്ളാഹുവിന്റെ ശരീഅത്ത് എന്താ നോക്കുന്നില്ല.
അപ്പൊ കഴിഞ്ഞ ഒരു തവണ പള്ളിയിലെ ഉസ്താദിനോട് പറയാണ്, കമ്മിറ്റി കൂടി തീരുമാനിച്ചു വഖഫ് സ്വത്ത് വിൽക്കുക. അതായത് ഇങ്ങനെ അവിടെയും ഇവിടേക്കും ഒരു സെന്റ് ഉണ്ട്, അപ്പൊ കൊണ്ട് ഗുണല്ല, അത് വിറ്റിട്ട് ഒരു സ്ഥലത്ത് ഒന്നായിട്ട് വാങ്ങാൻ തീരുമാനിച്ചു. കമ്മിറ്റിപ്പെട്ട ഒരു മൂമിനായ ഈമാനുള്ള മനുഷ്യൻ പറഞ്ഞു, അത് പാടില്ല, നമുക്ക് ഉസ്താദുമാരോട് ചോദിക്കാം. അപ്പൊ ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം, ഉസ്താദുമാരോട് ചോദിച്ചാൽ ഇപ്പൊ വേണ്ടാന്നേ പറയുള്ളൂ, ഞമ്മക്കത് വിൽക്കാം. അങ്ങനെ വഖഫ് ബോർഡിന്ന് ആള് വന്ന് അവര് പറഞ്ഞു, ഇത് വിൽക്കാൻ പറ്റൂല. അപ്പൊ നന്നായിക്കോട്ടെ. അപ്പൊ അള്ളാഹു പറഞ്ഞ ഒരു പ്രശ്നമല്ലേ, വഖഫ് ബോർഡ് പറഞ്ഞ നന്നായിക്കോട്ടെ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് നോക്കാത്ത ഒരു ജീവിതം നമ്മളതൊന്നും ഉണ്ടാവുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രയാസപ്പെട്ട ജീവിതമാണ്. ഇന്നത്തെ അന്തരീക്ഷം പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ പേടിയാണ്. അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ഇൽമ് വളരെ കുറഞ്ഞു പോവാണ്. പഠിക്കാൻ തയ്യാറല്ല. ഞാനീ പറഞ്ഞ മാതിരി ശരീഅത്ത് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ എന്തു വേണം? ശരീഅത്തിന്റെ അറിവ് വേണം. ഈ അറിവ് മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും? ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, പഠിച്ചാലേ ഉണ്ടാവുള്ളൂ. പഠിക്കാൻ മനുഷ്യന് സമയം വേണ്ടേ? പഠിക്കാൻ തയ്യാറാവണ്ടേ? പിന്നെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടും. സംശയം എന്താ? അൽഹംദുലില്ലാഹ് നമ്മളെ നാട്ടിൽ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കമ്മിറ്റിയുടെ ചർച്ചയിലുള്ളത് സ്ത്രീകൾക്കുള്ള ഈ ക്ലാസ്. നമ്മളെ ആണുങ്ങൾക്ക് പള്ളിയിൽ ഫിഖ്ഹും തജ്വീദും ഹദീസും ഒക്കെ ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശരീഅത്ത് ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞ, ഉസ്താദേ, കുളി ഒട്ടുമിക്ക മനുഷ്യന്മാരെയും കുളി ശരിയാവുണ്ടാവില്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിൽ വരുമ്പോ വല്ല നസീഹത്തും കേൾക്കുമ്പോൾ മസലൊക്കെ കേട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സൗകര്യമില്ല. കുളിക്കണ സമയത്ത് ഫർളായ കുളി, വലിയ അശുദ്ധി വീട്ടുന്ന കുളിക്കുമ്പോ നിന്ന് കുളിക്കാണ്. എന്നിട്ട് നിലത്ത് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുളിക്കുമ്പോ ഈ ശരീരത്തിൽ ഫർളായ കുളിയുടെ വെള്ളം ബക്കറ്റിൽ വീണാൽ ആ വെള്ളം മുസ്തഅമലായി പോയി. ഒരു തുള്ളി വീണാൽ ആ ബക്കറ്റ് വെള്ളമലായി. പിന്നെ ആ ബക്കറ്റ് കൊണ്ട് ഉപയോഗിക്കുന്നതൊന്നും കുളി ശരിയാവില്ല. ഇതോ ആര് ശ്രദ്ധിക്കാൻ, ആർക്കറിയാൻ? വളരെ ചുരുക്കം ആളുകൾക്ക് ഈ മസല അറിയുള്ളൂ. ഇങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വേണം. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ശരീഅത്തിന്റെ വിധി നമ്മൾ അന്വേഷിക്കണം. അറിയുന്ന ആളുകളോട് അന്വേഷിക്കണം, എന്താണ് ഇതിന്റെ മസല എന്താണ്, എന്നിട്ടത് ചെയ്യാം. ഇത് പടച്ചോനെ പേടിയുള്ളവന്റെ ലക്ഷണമാണെന്ന് ഇങ്ങൾക്കും എനിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അള്ളാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം എന്താണ്? ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോ ഇതിന്റെ വിധി എന്താണ് എന്നൊന്ന് അന്വേഷിക്കുക. ഇത് നമ്മൾ ചെയ്യണം. നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ ദിവസങ്ങളും, അധിക ദിവസങ്ങളിലും നമ്മുടെ പള്ളിയിൽ ഇൽമിന്റെ മജ്ലിസുകളുണ്ട്. പരിശുദ്ധമായ ഇത്ഹാഫുൽ മുസ്ലിമീൻ, അതുപോലെ ശറഹു സുദൂർ അടക്കമുള്ള കിതാബുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ഓതിപ്പഠിക്കാൻ, മനസ്സിലാക്കാൻ അവസരങ്ങളുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങളായ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. സുബഹി നമസ്കാര ശേഷം അതിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ അതിൽ പങ്കെടുത്ത് അള്ളാഹുവിന്റെ ശരീഅത്തൊക്കെ ഒന്ന് പഠിക്കാൻ നമ്മൾ ചെയ്യാറാകുക. അപ്പോഴേ നമുക്കിതൊക്കെ ജീവിതത്തിൽ പകർത്താനൊക്കെ സാധിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇൽമാണ്. അമലിനേക്കാൾ ഫള് ഇൽമിന്. ഈ ഇൽമ് നമുക്കൊക്കെ ഉണ്ടാവണം. അത് ആലിമീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക്, തലയിക്കെട്ട് കെട്ടിയവർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം. ഇവിടെ തന്നെ നമ്മളെ സാധാരണക്കാർ വലിയ വലിയ ഇൽമുള്ള ആളുകൾ, എനിക്കറിയാം, വലിയ ഇൽമുള്ള ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. സാധാരണക്കാർ നമ്മളൊക്കെ ഇൽമുള്ള ആളുകളായി മാറണം. നമ്മളെ നാട്ടിൽ പഴയ കാരണവന്മാർ പലരും മരക്കാർ ഉസ്താദിന്റെ അടുത്തൊക്കെ പള്ളിയിൽ വന്ന് ഓതി പഠിച്ച ആളുകൾ. അപ്പൊ ആ ഇൽമ് നമുക്കൊക്കെ കിട്ടണം. അത് കിട്ടിയാല് ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരു നല്ല പള്ളി പറഞ്ഞാൽ എന്താ? ഒരു നല്ല പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ആ പള്ളിയിൽ കൃത്യമായിട്ട് ജമാഅത്ത് നടക്കും. പിന്നെന്താ അവിടെ വേണ്ടത്? ഇൽമാണ്. ജമാഅത്ത് കൃത്യമായി നടക്കും. പിന്നെന്താ അവിടെ വേണ്ടത്? ഇൽമു നടക്കണം. പള്ളിയിൽ ദർസ് നടക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി, മദീനത്തെ പള്ളി, എന്തായിരുന്നു അവിടെ നടന്നിരുന്നത്? ഇൽമ്, ഇബാദത്ത്, അല്ലേ? ഇതാണ് നടക്കേണ്ടത് പള്ളി. അൽഹംദുലില്ലാഹ് നമ്മളെ പള്ളിയിൽ സജീവമായി നടക്കുന്നുണ്ട്. എന്നാൽ പല മഹല്ലുകളിലും ഇതില്ല. എന്നാൽ പല നിസ്കാര പള്ളികളിലും അതുണ്ട്. എന്താണ് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇത് പല മഹല്ലത്തുകാരും ശ്രദ്ധിക്കണില്ല.
ആ പള്ളിയിൽ ജമാഅത്തും ഇബാദത്തും നടക്കണം, ആ പള്ളിയിൽ ദർസ് നടക്കണം, ഇൽമ് ആ നാട്ടിൽ ഒന്നാകെ പരക്കണം, അവിടുത്തെ സാധാരണക്കാരൊക്കെ ശരിയായിട്ട് പഠിക്കണം. ഇതാണ് വേണ്ടത്. ഇത് പല മഹല്ലുകാരും ശ്രദ്ധിക്കണില്ല. നമ്മുടെ നാട്ടിൽ അതൊക്കെ പാരമ്പര്യമായി ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇതല്ലേ ശ്രദ്ധിക്കണ്ടേ? അല്ലാതെ മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മരിച്ചോടത്ത് ഓതാനുള്ളവർ മാത്രമാണ്. ഇവിടെ പല മഹല്ലുകളിൽ നിന്നും വിളിക്കരുത് മരിച്ചിക്കണ് ഓതാൻ. ഇവിടെ കുട്ടികൾ ഇങ്ങനെ മാറ്റി ഖുർആനും തൊക്കിൽ വെച്ച് ഇരിക്കുകയാണ് ഓതാൻ പോവാൻ. അവരെ പണി ശരിയാത്ത് പഠിക്കലല്ലേ, അവർ പഠിക്കാൻ വന്നവരല്ലേ. ഞാൻ പറയാറുണ്ട്, ഇത് പഞ്ചായത്തിന്റെ ദർസല്ല, നമ്മളെ ചെറിയമുണ്ട പഞ്ചായത്തിന്റെ ദർസല്ല, ഇത് വാണിന്നൂർ മഹല്ല് കമ്മിറ്റി നടത്തുന്ന ദർസാണ്. അത് ഈ മഹല്ലിലാണ് ഓതാൻ പോവുക. അവർക്ക് ദീന് പഠിക്കാനുണ്ട്. അവരോരോ സമയത്തിന്റെയും വില എത്രയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനാണ് ദർസ് എന്നും പല ആളുകൾക്കും അറിയില്ല, പല നാട്ടുകാർക്കും അറിയില്ല. നമ്മളെ നാട്ടിനെ പറ്റിയല്ല പറയണത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇൽമ് നല്ലതുപോലെ പരക്കണം. അതിനുള്ളൊരു ഭാഗവാക്കാവാൻ, അതിലൊക്കെ പങ്കെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളോടൊക്കെ റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. ഞാൻ ഇടക്കിടക്ക് ചിന്തിക്കാറുണ്ട്, ഞാൻ ഇന്നും സിദ്ദീഖാജിനോടത് പറഞ്ഞു. ഞാൻ ഇടക്കിടക്ക് എനിക്കൊരു വരുന്നൊരു പേടിയുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കാതെ ഇബാദത്ത് നടത്താതെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഓൻ ആഖിറത്തിൽ മഹ്ശറിൽ വന്ന് എന്താടാ നിസ്കരിക്കായിരുന്നു റബ്ബ് ചോദിക്കുമ്പോൾ ഓൻ പറയലെന്തായിരിക്കും എന്നറിയോ? അത് ഞാൻ ഇങ്ങനെ എന്നല്ല പറയാ, എൻ്റെ നാട്ടിൽ എൻ്റെ മഹല്ലിൽ എൻ്റെ പള്ളിയത്തെ ഉസ്താദിനെയാണ് പറയാ, അല്ലെങ്കിൽ ആ മഹല്ലിന്റെ നേതൃത്വത്തെ പറയും. എന്തുകൊണ്ട്? വെള്ളത്തിൽ മുങ്ങുന്ന ഒരാള് ഓന്റെ ഒപ്പയാണ് അപ്പുറത്തുള്ളത് വിചാരിച്ച് പോയി പിടിച്ചാതിരിക്കൂല, പോയി പിടിക്കും, അതും മുങ്ങും, ഇപ്പൊ ഈ മുങ്ങും ഓനും മുങ്ങും. കുടുങ്ങി നിൽക്കുന്ന ആള് ആരെങ്കിലൊക്കെ പോയി കൊടുക്കാനേ ശ്രമിക്കുള്ളൂ, ആരും രക്ഷപ്പെടുത്താനല്ല ശ്രമിക്കുക. ആഖിറത്തിൽ ആളുകൾ കുറ്റപ്പെടുത്തുന്ന ഒന്ന് ഇന്നായിരിക്കും. രണ്ടാമത്തത് നമ്മുടെ മഹല്ലിന്റെ നേതൃത്വത്തെ ആയിരിക്കും. ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണമൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്, മഹല്ല് കമ്മിറ്റിയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖാദിക്ക് കൊടുക്കുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ടതുമായി നടത്തപ്പെടുന്ന ഒരുപാട് ക്ലാസുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി നടത്തപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇൽമു പരക്കണം, അത് പഠിക്കേണ്ട ആളുകൾ നമ്മളാണ്. ആ ഇൽമു പഠിക്കുമ്പോഴേ പഠിച്ച് പ്രവർത്തിക്കുന്നതിന് വല്ലാത്ത ഫضലാണ്, പഠിച്ച് പ്രവർത്തിക്കുന്നതിന് വല്ലാത്ത കൂലിയാണ്. ഈ ഉത്തരവാദിത്വം നമ്മളൊന്നും മറന്നുകൊണ്ടാ. നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഈ മഹല്ലിൽ 1000-ലേറെ വീടുകളിൽ ഉത്തരവാദിത്തമുണ്ട്. റബ്ബിനോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളോടൊക്കെ ചോദിക്കും. നിങ്ങളൊക്കെ ഓരോ വീട്ടിലെ കാരണവന്മാരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതി. നിങ്ങളൊക്കെ റായിമാരാണ്, നിങ്ങളൊക്കെ നേതൃത്വമുള്ള ആളുകളാണ്. നിങ്ങളെ പ്രജകളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും. ഭാര്യയോട് വീട്ടുകാര്യങ്ങൾ ചോദിക്കപ്പെടും. മക്കൾക്ക് എന്ത് ചെയ്തു എന്ന് ഉമ്മയോടും മാപ്പയോടും ചോദിക്കപ്പെടും. ഒന്നാമതായി അവന്റെ ദീനിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു നിങ്ങൾ, ദുന്യാവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 10 പ്രബന്ധം എഴുതി കൊടുക്കാൻ പറ്റും. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ എന്തു പറയും നിങ്ങൾ? ദുന്യാവിന് വേണ്ടി നിങ്ങളുടെ മക്കളുടെ ഭൗതികമായ വിദ്യാഭ്യാസം, ജോലി, വിവാഹം, ജീവിതം, താമസ സൗകര്യം എന്തു ചെയ്തു വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ തത്ത പറയും പോലെ പറയും. ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതി. നിങ്ങളൊക്കെ ഉത്തരവാദികളാണ്. അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ അണ്ടറിലുള്ള ആളുകളുടെ ദീനിന്റെ കാര്യവും ദുന്യാവിന്റെ കാര്യവും രണ്ടും അള്ളാഹു ചോദിക്കുമെന്നാണ്. രണ്ടും ചോദിക്കും. പക്ഷെ ആദ്യം ചോദിക്കൽ എന്താ? ദീനിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യമാണ് ആദ്യം ചോദിക്കുക. അത് നല്ലതുപോലെ നമുക്കൊക്കെ ശ്രദ്ധ വേണം. ബഹുമാനിക്കപ്പെടേണ്ടതിനെ നമ്മളൊക്കെ ബഹുമാനിക്കണം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പഴിചാരപ്പെടുന്ന 2 വിഭാഗം. ഒന്ന് അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ, 2 ആലിമീങ്ങൾ. ഇത് ആ സമൂഹത്തിൽ നിന്നും ഈമാൻ കരകടന്നു പോകുന്നതിന്റെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആരെ ബഹുമാനിച്ചില്ലെങ്കിലും ബഹുമാനിക്കേണ്ട 2 വിഭാഗം ആളുകളാണ് സാദാത്ത്, മറ്റൊന്ന് ഉഖ്റവിയായ ആലിമീൻ. നമ്മളെ പോലത്തെ ആളുകളല്ല, ഉഖ്റവിയായ ആലിമീൻ.
ഇത് ബഹുമാനിച്ചില്ലെങ്കിൽ നല്ല പണി നമുക്കൊക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ബിദ്അത്തിന്റെ കടന്നുവരവോടുകൂടെ ഉണ്ടായ ഒരു അപകടം സാദാത്യങ്ങളോടും ആലിമ്യങ്ങളോടുള്ള വില കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയാം. മുത്തുനബി പറയാണ്, 4 ആൾക്ക് എന്റെ ശുപാർശ ഉണ്ട്. 4 ആൾക്ക്. അർബഅത്തുൻ അന ശഫീഉ ലഹും യൗമൽ ഖിയാമ. 4 ആൾക്ക് ഞാൻ ശുപാർശ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുക്രിമു ലിദുർരിയതി, എന്റെ മക്കളെ, എന്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കുന്നവൻ. എന്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കുന്നവൻ. ഇന്ന് ബഹുമാനപ്പെട്ട നാസർ ഹൈ ശിഹാബ് തങ്ങൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പരിപാടിക്ക് വന്നപ്പോൾ എത്ര ആൾ എണീറ്റ് നിന്നു? ചിന്തിക്കുക. അൽ മുക്രിമു ലിദുർരിയതി, എന്റെ മക്കളെ പേരക്കുട്ടികളെ ബഹുമാനിക്കുന്നവൻ. വൽ ഖാദി ലഹും ഹവായിജഹും, അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും, ഹലാലായ അവരുടെ അറവേറ്റി കൊടുക്കുന്നവൻ. വീടുണ്ടാവില്ല പല സയ്യിദന്മാർക്കും, വിവാഹം, വീട്, മറ്റുള്ള ജീവിത സൗകര്യങ്ങൾ. അവർ സക്കാത്തിന്റെ അവകാശികളല്ലല്ലോ. വളരെ പാവപ്പെട്ട സയ്യിദന്മാരുണ്ടാവും, അവർ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവൻ. 3-ാമത്തെ ആൾ വസാഇലഹും ഫീ ഉമൂരിഹിം ഇൻദമ തറൂ ഇലൈഹി, അവർക്കൊരു പ്രയാസം വരുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നവൻ. 4-ാമത്തെ ഒരു വിഷയം അസ്സാഇ, 4-ാമത്തെ അൽ മുഹിബ്ബു ലഹും ബിഖൽബിഹി വലിസാനിഹി, നാവ് കൊണ്ടും തൊള്ളുകൊണ്ടും മുത്തുനബിന്റെ പേരക്കുട്ടികളുടെ ബഹുമാനം. അത് നമ്മളൊരു സംഘത്തിലും തങ്ങളൊരു സംഘത്തിലും അതല്ല വിഷയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ഏത് സംഘത്തിലായാലും പേരക്കുട്ടിനെ അല്ലേ? ഞമ്മക്കും അങ്ങനെയല്ലേ? നമ്മളെ മകൻ ഓൻ എന്ത് ആയാലും ഞമ്മക്ക് മകൻ തന്നെയല്ലേ? മുത്തുനബിന്റെ പേരക്കുട്ടികളിൽ നമ്മൾ ആ സംഘം ഈ സംഘം അങ്ങനെ ഒരു വ്യത്യാസം മുത്തുനബിന്റെ പേരക്കുട്ടികളിൽ ഇല്ല. അവരെ നമ്മൾ ബഹുമാനിക്കണം. കാരണം എന്താ അറിയോ? അവരുടെ ശരീരം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് വന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ, അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അഹ്ലു ബൈത്തിനെ നല്ലതുപോലെ നമ്മൾക്ക് ബഹുമാനിക്കുക, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക. എന്നാൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ഉലമാണ്, ഉഖ്റവിയായ ഉലമാനെ നല്ലതുപോലെ ഭയപ്പെടണം, പേടിക്കണം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലുഹൂമുൽ ഉലമായി മസ്മൂമ, പണ്ഡിതന്മാരുടെ മാംസത്തിൽ വിഷമുണ്ട് എന്നാണ്. അതുകൊണ്ട് അവരെ ഗീബത്ത് പറഞ്ഞാൽ മൻ ശമ്മഹ മരിൽ, അത് മണുത്താൽ തന്നെ രോഗിയായി പോകും. വമൻ അകലഹ മാത്, തിന്നാൽ മരിച്ചു. ഉഖ്റവിയായ ആലിമീങ്ങളെ സംബന്ധിച്ചാ പറയണത്. ഇത് രണ്ടും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ്. ആ ബഹുമാനം നിലനിൽക്കണം. നമ്മുടെ ഇരിങ്ങാവൂരില് 1952 ഒരു ദർസ് ഉദ്ഘാടനത്തിന് വേണ്ടി ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ വന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുൽ ഉസ്താദ് അദ്ദേഹവും ഉണ്ട്, രണ്ടാളുണ്ട്. സദഖത്തുൽ ഉസ്താദ് 1967 സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മാറി വേറൊരു പ്രസ്ഥാനമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരിങ്ങാവൂരിൽ വന്ന് വിശ്രമം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോകുമ്പോ രണ്ടാളും നിൽക്കുകയാണ്. എന്താ? നിങ്ങൾ മുമ്പിലെടുക്കി. മറ്റേ ആൾ പറയും നിങ്ങൾ മുമ്പിലെടുക്കും. സദഖത്തുൽ ഉസ്താദ് പറയും നിങ്ങൾ മുമ്പിലെടുക്കും. ശംസുൽ പറയും നിങ്ങൾ മുമ്പിലെടുക്കും. അങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ, ഇത് ബഹുമാനം. ഇത് സമൂഹത്തിന് അവർ പഠിപ്പിച്ച ബഹുമാനമാണ്. അല്ല, സംഘങ്ങളുടെ വ്യത്യാസമല്ല ഇത്. ആലിമീങ്ങളുടെ ആ ബഹുമാനം നമ്മൾ കൊടുക്കണം. അവസാനം ശംസുൽ ഉലമ പറഞ്ഞു, അധ്യക്ഷൻ മുന്നിൽ നടക്കട്ടെ. അധ്യക്ഷൻ സദഖത്തുൽ ഉസ്താദ് പറഞ്ഞു, എങ്കിൽ അങ്ങയുടെ കൽപ്പന, അധ്യക്ഷന്റെ കൽപ്പന മാനിച്ച് ഞാൻ മുന്നിൽ നടക്കാം. അങ്ങനെ സദഖത്തുൽ ഉസ്താദ് മുന്നിൽ നടക്കുകയാണ്. അപ്പൊ ഈ ബഹുമാനം, 2 സംഘങ്ങള് 10 സംഘങ്ങള് 100 സംഘങ്ങളായാലും ബഹുമാനം ഉലമായിനോടും സാദാത്തിനോടും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായി ജീവിക്കാനും നല്ല രീതിയിൽ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ശരീഅത്ത് നല്ല രീതിയിൽ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് തുങ്കഹുൽ മർഅതു ലിഅർബഅ ലിമാലിഹ, സമ്പത്ത് നോക്കി കല്യാണം കഴിക്കും. പിന്നെ
ഭംഗി നോക്കി കല്യാണം കഴിക്കും, തറവാട് നോക്കി കല്യാണം കഴിക്കും, മതം നോക്കി കല്യാണം കഴിക്കും. നമ്മളേതാ ആദ്യം നോക്കാറുള്ളത്? സമ്പത്താ. ഏത് ഹദീസ് എടുത്താലും ഞമ്മക്കെതിരാണ്. അങ്ങനെ ഇപ്പൊ കാണുന്നത്, ഏത് ഹദീസ് എടുത്താലും ഞമ്മക്കെതിരാ. അവിടെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ ദീനിന്റെ കാര്യമാണ്. അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും കൂടുതൽ മുറുകെ പിടിച്ചെടുക്കുന്ന ഒരു പെണ്ണിനെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടത്. സമ്പത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ്. ഏറ്റവും പ്രധാനം ദീനിന്റെ കാര്യം. ദീനുള്ള പെണ്ണായിരിക്കണം. ദീനില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ 5 കൊല്ലം കൂടെ ജീവിച്ചിട്ടും ഒരു സുഖമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ തൊലാക്കില്ല. ഇനി ആണിന് ദീനില്ലെങ്കിലും തന്നെ അവസ്ഥ. ആണിന് ദീനുണ്ടായിരുന്നില്ല. ഇവിടെ പറപ്പൂത്തടത്ത് ഒരു കല്യാണം നടന്നു. ആണിന് ദീനില്ല, ആണ് നിസ്കരിക്കൂല. ഈ പെണ്ണാണെങ്കിലോ നല്ല പെണ്ണ്, നല്ല വാപ്പാന്റെ മോള്. പെണ്ണിനോട് ചെക്കൻ പറയുന്നത് എന്താ? നിസ്കാരമൊക്കെ അത് അറബികളുടെ നാട്ടിലെ ആചാരാണ്, അതൊന്നും വേണമെന്നില്ല. അങ്ങനെയാണ്. അപ്പൊ മതം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്ത് ജീവിതത്തിൽ നടത്തുന്ന പെണ്ണ്, അതന്നെ ഇസ്ലാമിൽ ബിദ്അത്ത് ഇല്ലാത്ത അഹ്ലുസുന്ന വൽ ജമാഅ ഫോളോ ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാനും കല്യാണം കഴിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ പേരിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ഓന്റെ പേരിൽ ഓട്ടോറിക്ഷ അല്ല, എന്നാൽ ഞാൻ കല്യാണം വേണ്ട. അങ്ങനെ തീരുമാനിക്കുന്ന ആളുകളാണ്. നമ്മൾ. എൻ്റെ പേരിൽ കാറുണ്ട്, ഓന്റെ പേരിൽ കാറില്ല, എന്നാൽ ഞാൻ കല്യാണം വേണ്ട. എനിക്ക് 20 സെന്റ് ഉണ്ട്, ഓനക്ക് 10 സെന്റേ ഉള്ളൂ, ആ കല്യാണം വേണ്ട. ഇതൊക്കെ നമ്മൾ ചെയ്യും. മതത്തിന്റെ കാര്യത്തിൽ ഈ ഒരു സൂക്ഷ്മത. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വ്യത്യസ്തമായ സംഘങ്ങളുണ്ട്, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ ചിന്താരീതികളും ആദർശധാരകളുമുണ്ട്. അതിൽ അഹ്ലുസുന്ന വൽ ജമാഅ ലോകത്ത് 180 ദശലക്ഷം മുസ്ലിമീങ്ങളിൽ 170 ദശലക്ഷം മുസ്ലിമീങ്ങളും അഹ്ലുസുന്ന വൽ ജമാഅയിലാണ്. ആ റൂട്ടിലായിക്കൊണ്ട് 4 മദ്ഹബ്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? 4 മദ്ഹബ്. ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി, 4 മദ്ഹബ്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്ശാരി, അബു മൻസൂർ അൽ മാതുരീദി വിശ്വാസപരമായി 2 മാർഗവും. അങ്ങനെ 4-1, 2-1 ഇത് വേണം. അതാണ് അഹ്ലുസുന്ന. അല്ലാത്തത് ബിദ്അത്തിന്റെ കക്ഷികളാകുന്നുവെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഉസ്താദ് 33 കൊല്ലം ഒരുപാട് കാലം മക്കയിലൊക്കെ ദർസ് നടത്തിയ, ഹറമിൽ ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബും വിശ്വാസപരമായി 2 ത്വരീഖ്. ഇത് പല ആളുകൾക്കും അറിയില്ല. ഈ അശ്അരി ത്വരീഖ്, മാതുരീദി ത്വരീഖ്, ഇത് രണ്ടും ഹഖാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് ഹഖാവാതിരിക്കൂല. 4 മദ്ഹബുകളും ഹഖാണ്. കർമ്മശാസ്ത്രപരമായി 4 മദ്ഹബ്, വിശ്വാസപരമായി 2 മദ്ഹബ്, 2 ത്വരീഖ് എന്നാണ് അതിന് പറയുക. ഇതൊക്കെ സത്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിചാരിച്ചിട്ട് ഒന്ന് സത്യമല്ലാതിരിക്കൂല. എല്ലാം സത്യമാണ്, 6ഉം സത്യമാണ്. ഇത് ഉള്ള ഒരാളെയാണ് നമ്മളൊക്കെ കല്യാണം കഴിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ദുന്യാവിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആഖിറത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്താ അറിയോ? എൻ്റെ അനുഭവമാണത്. ഇപ്പൊ ഞാൻ മരിച്ചെടുക്കുക, സങ്കല്പിക്ക്, ഞാൻ മരിച്ചെടുക്കുക. അപ്പൊ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരുപാട് ആളുകൾ. ഒരു പച്ചച്ചെടി കബറിൽ കുത്തി വെച്ചാൽ എനിക്ക് കബറിൽ അതുകൊണ്ട് ഗുണം കിട്ടുമല്ലേ? കിട്ടും. അപ്പൊ ഞാനിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. എനിക്ക് വേണ്ടി അവിടെ ഇങ്ങനെ കുറെ മുത്താലിമീങ്ങൾ ഖുർആൻ ഓതി, യാസീൻ ഓതി ദ്വാരക്കുണ്ട്. അപ്പോ ആളുകളൊക്കെ ആമീൻ പറയുന്നുണ്ട്. എനിക്ക് നല്ല സുഖമായിരിക്കും. അപ്പൊ എനിക്കല്ലേ അറിയുള്ളൂ, നിങ്ങൾക്ക് അറിയില്ലല്ലോ എനിക്ക് സുഖാന്നുള്ളത്. ആ സമയത്ത് എൻ്റെ മകൻ, അവൻ ഒരു പേച്ച വിശ്വാസത്തിന്റെ ആളാണെങ്കിൽ ഓങ്ങനെ വടിയേറ്റിട്ടുണ്ടാവും. പടച്ചോനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേന്ന് നാട്ടുകാർ പറഞ്ഞാലും ഓൻ ആമീന്നറിയില്ല. പിന്നെ ഇപ്പൊ എന്താണ് ഇതുകൊണ്ട് കാര്യം? അതുകൊണ്ട് ഇവിടെ കുഴപ്പമുണ്ട് എന്നെല്ലാം പറയണേ. ഇവിടെ അല്ല കുഴപ്പം, ഖബറിൽ കുഴപ്പമാണ്. അവിടേക്ക് ഒന്നും ഇങ്ങോട്ട് കിട്ടൂല, ആ ഭാഗത്തേക്ക് ഒന്നും വരൂല. അതുകൊണ്ട് ബിദ്അത്ത് നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ് ഞാൻ പറയുന്നത്. മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതും ആര്? ബിദ്അത്ത് ഇല്ലാത്ത നല്ല മക്കൾ ഓതും. ഉള്ളവൻ ഓതൂല. ഉള്ളവൻ ഓതാത്ത എന്താ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഓന്റെ വിശ്വാസം എന്തായിട്ട് എത്തൂലെന്നാണ്. പിന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ദത്തൂലെന്ന് വിശ്വസിച്ച പിന്നെ ഓതിട്ട് കാര്യമില്ല. ദത്തും എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ്. എന്നാ ഏറ്റവും ചുരു ഇനിയിപ്പോ എത്തിയാലും എത്തിയില്ലെങ്കിലും
ഖുർആൻ ഓതിയതിന് ശേഷമുള്ള പ്രാർത്ഥനക്ക് ഉത്തരണ്ട് എന്ന് ആണല്ലോ. ആ നിലക്കെങ്കിലും ഒന്ന് ഖുർആൻ ഓതി വേർക്കോ? അതും ചെയ്യൂല. അതിൽ തർക്കല്ല. അതിന് ശേഷമുള്ള പ്രാർത്ഥനക്ക് ഉത്തരണ്ട് എന്നുള്ളത് തർക്കല്ല. എന്നാ ഖുർആൻ ഓതിയതിന് ശേഷം ഒന്ന് ദുആ ചെയ്യോ? അതും ചെയ്യൂല. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അത് നമ്മുടെ മക്കള് സ്വാലിഹ്യങ്ങളായി ജീവിക്കാനും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നവനായി തീരാനും ഒക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണത് നല്ല കാര്യമാണ്. നമ്മുടെ ഇമാമിങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഇമാമിങ്ങൾ, അവരൊന്നും ചില്ലറക്കാരല്ല. നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കുറെ ആചാര്യങ്ങളുണ്ട്. അതിനൊക്കെ എതിർക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ കാണാത്തത് ഓൻ കണ്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം. നമ്മളെ പഴയ ഇമാമിയങ്ങളും ഉലമാക്കളും നമ്മൾ കാണാത്തത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവര് ഈ ഒരു ആചാരം മുസ്ലിമീങ്ങൾ നടപ്പാക്കിയത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സദഖ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഹറമിൽ പോയിട്ടാണ് കിതാബോധി ദർസോധി പഠിച്ചത്. ആ പഠിക്കേണ്ട ഇടയിൽ ഉസ്താദ് ഒരു ദിവസം ഒരു മസല ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അക്ഷരത്തെറ്റുണ്ടാവുകയും ആശയം പറഞ്ഞു തീർക്കാൻ പറ്റാതെ കുടുങ്ങി ആകെ പ്രയാസപ്പെട്ടു. ഒരു വാക്ക് അറബിയെ സംബന്ധിച്ചിടത്തോളം സീന് ഷീനായാൽ സീനിന് പുള്ളി ഉണ്ടാവില്ല. അതിലിപ്പോ ബാ എഴുതി, അതിന് ഒരു പുള്ളില്ല, അടിയിലോ മേലെ പുള്ളില്ല. അവിടെ ഈച്ച വന്ന് ഒന്ന് കാഷ്ടിച്ചു പോയാലും പുള്ളിയാവും, പിന്നെ അർത്ഥം വെച്ചാൽ കിട്ടൂല. അപ്പൊ അറബിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം, അക്ഷരം മാറിയാലൊക്കെ വല്ലാത്ത പ്രശ്നമാണ്. അങ്ങനെ ഉസ്താദ് ആകെ കുടുങ്ങിപ്പോയി, ആശയം പറഞ്ഞു തീർക്കാൻ പറ്റണില്ല. അങ്ങനെ സമയമായി, നിസ്കാരത്തിന്റെ സമയമായി, പള്ളിയിൽ പോയി എല്ലാവരും നിസ്കരിച്ച് വന്ന് വീണ്ടും ദർശനം ഇരിക്കുമ്പോ ചെന്ന് നോക്കുമ്പോ ആ തെറ്റിപ്പ തെറ്റല്ല, ആ തെറ്റ് തീർന്നിക്കണ്. അപ്പൊ ചോദിച്ചു, ഇത് ആരാ നന്നാക്കിയത്? ഇതിൽ തെറ്റുണ്ടായിരുന്നല്ലോ, ഈ തെറ്റ് തിരുത്തിക്കണല്ലോ, ആരാണ്? അപ്പൊ ഒരു കുട്ടി, ഞാനാണ് ഉസ്താദേ. എന്താ നിന്റെ പേര്? എന്റെ പേര് സദഖ. നീ വെറും സദഖയല്ല, അള്ളാഹുവിന്റെ സദഖയാണ്, അള്ളാഹു തന്ന സമ്മാനമാണ്. അതുകൊണ്ട് നിന്റെ പേര് നീ സദഖത്തുല്ലാ എന്നാക്കണം. ആരാണിത്? സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, തമിഴ്നാട്ടുകാരനാണ്. യാ ഗൗസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 പ്രാവശ്യം വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ച മഹാൻ. അപ്പൊ അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അതിന്റെ ദലീലുകളൊക്കെ ആഴമേറിയതും വർഷങ്ങളെടുത്ത് ചിന്തിച്ചു പഠിക്കേണ്ടതുമാണ്. അല്ലാതെ മനസ്സിലാവില്ല. അത് പെട്ടെന്നൊരു വാള് കേട്ടാൽ മനസ്സിലാകുന്നതല്ല. അത് ആഴത്തിൽ ഉസൂലുകൾ ശരിയാക്കി പഠിക്കേണ്ട ഒന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവികർ, ബഹുമാനപ്പെട്ട അല്ലാമ ഖുതുബി തങ്ങൾ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദ്, നമ്മുടെ നാട് നേതൃത്വം നൽകിയ ഒരുപാട് ആലിമീങ്ങൾ, ഔലിയാക്കൾ, അവരൊക്കെ ജീവിച്ച വഴിയിലൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ മുബാറക്കായ ഒരു നാടാണ് നമ്മളെ നാട്. ആലിമീങ്ങളും സാദാത്യങ്ങളും ഉലമാക്കളും ഉമറാക്കളും തോളോട് തോൾ ചേർന്ന് നമ്മുടെ ദീന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മുബാറക്കായ നാട്. നമ്മളെ പഴയ കാലത്ത് ഇവിടെ ദർസ് നടത്തിയിരുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി നവർ അല്ലാഹു മർഖദ. അവരുടെ പിതാവ് താഴത്തേതിൽ മൊയ്തീൻ മുസ്ലിയാർ, വലിയ മഹാനായിരുന്നു. അവര് നമ്മളെ നാട്ടിൽ ദർസ് നടത്തുകയോ അല്ലെങ്കിൽ ഖളാ നിർവഹിക്കുകയോ ഖുതുബ ഓതുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. വലിയ മഹാനായിരുന്നു. അവർ വളരെ ചെറുപ്പത്തിൽ വീട് വിട്ടിറങ്ങി തലക്കടത്തൂര് പള്ളിയിൽ കമ്മുണ്ണി മുസ്ലിയാർ നവർ അല്ലാഹു മർഖദയുടെ അടുത്ത് ദർസ് കിതാബ് ഓതി പഠിച്ച് അവിടുന്ന് പിന്നെ വാണിയന്നൂരിൽ വന്ന് ഇവിടെ ദർസ് നടത്തുകയോ അല്ലെങ്കിൽ ഖുതുബ ഓതുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒറ്റപ്പാലത്തുകാരനാണ്. എന്നിട്ട് ഇവിടെ വന്ന് ദർസ് നടത്തി നമ്മൾ നാട്ടിലേക്ക് നേതൃത്വം നൽകി. ഇങ്ങനെ എത്രയോ നമ്മൾ അറിഞ്ഞതും അറിയാത്തതായ വലിയ വലിയ മഹാന്മാരുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ പുഴയിൽ, നമ്മുടെ പനമ്പാലത്തുള്ള പുഴയിൽ അദ്ദേഹം മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വേലിയേറ്റം ഉണ്ടായി അദ്ദേഹം അങ്ങനെ ഷഹീദാവുകയാണ് ചെയ്തത്. അങ്ങനെ എത്രയോ ആലിമീങ്ങൾ നേതൃത്വം നൽകിയ ഒരു മണ്ണിലാണ് നമ്മൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ റൂട്ടിലൂടെ പോകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊന്നും സ്വാലിഹീങ്ങളല്ലെങ്കിലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഉഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും, ഞാനൊന്നും നല്ലോനല്ല, പക്ഷേ നല്ലോരെ എനിക്ക് ഇഷ്ടമാണ്. ആ കൂട്ടത്തിലാണ് നമ്മളൊന്നും സ്വാലിഹീങ്ങളല്ല, സ്വാലിഹീങ്ങളെ നമ്മളെ ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിലേക്ക് MT മുഹമ്മദ് ഹാജിയുടെ ഭാര്യയുടെ എളാപ്പ
അമ്മോശൻ്റെ അഞ്ചൻ മരണപ്പെട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അവർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അവർ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രയാസം ഖബറിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ഫലമായിക്കൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന സദസ്സാണ്. ഈ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ഒക്കെ ബറക്കത്തുണ്ട്. അവിടെ ഖബറിൽ അല്ലാഹു വെളിച്ചം ഇലാ യൗമിൽ ഖിയാമ നിലനിർത്തി കൊടുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിതകാലത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉഖ്റവിയായ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു അവരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം.